ഇംഗ്ലീഷ് ഹൗസിലേക്ക് ഏറ്റവും അധികം റിക്വസ്റ്റ് വന്ന ഒരു ടോപ്പിക്കായിരുന്നു ബീയിങ്. ബീയിങ് എന്ന വേർഡ് എവിടൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇന്ന് വളരെ സിമ്പിളായിട്ട് സ്പോക്കൺ ഫോമിൽ, ഞാനിപ്പോൾ പക്ക ഗ്രാമാറ്റിക്കലായിട്ടൊന്നും പോണില്ല, നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഒരു ഡെയിലി നമ്മൾ പറയുന്ന കാര്യങ്ങളില്ലേ, ആ തരത്തിൽ ബീയിങ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യാം നോക്കാം. നമ്പർ 1. അപ്പം ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഏത് സ്ഥലത്താണ് ബീയിങ് ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ബീയിങ് എന്ന വാക്ക് ഒരു അഡ്ജക്റ്റീവിൻ്റെ ഒപ്പം ചേരുമ്പോൾ അത് ഏത് ഒരു കാറ്റഗറിയിലാണ് പെടുന്നതെന്നറിയോ? അതായത് പെട്ടെന്ന് വരുന്ന നമ്മുടെ ഒരു സ്വഭാവ മാറ്റം, പെരുമാറ്റ വ്യത്യാസം, ഇതിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് ബീയിങ് പ്ലസ് എൻ അഡ്ജക്റ്റീവ് ഫോം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരാൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് അദ്ദേഹം ഒരു ക്രൂവലാവുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അദ്ദേഹം എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അയാളോട് പറയുകയാണ് വൈ ആർ യു ബീയിങ് സോ സില്ലി, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് വൈ ആർ യു ബീയിങ് സോ ക്രൂവൽ. അപ്പോൾ എന്താണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ആ സ്വഭാവം അല്ല, എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഒരു സ്വഭാവ വ്യത്യാസം അല്ലെങ്കിൽ ഒരു പെരുമാറ്റത്തിൻ്റെ ഒരു വ്യത്യാസത്തെ കാണിക്കാനായിട്ട് ബീയിങ് ഒരു അഡ്ജക്റ്റീവിൻ്റെ ഒപ്പം ഇടാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആളുടെ ഒരു ഫീലിങ്ങിനെ പറ്റി പറയാനല്ല അവിടെ ബീയിങ് യൂസ് ചെയ്യണത്. ഓക്കെ, ഇപ്പം ഞാൻ പറയുകയാണ് ഹീ ഈസ് അപ്സെറ്റ് അല്ലെങ്കിൽ ഹീ ഈസ് സാഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ്. ഗോട്ട് ഇറ്റ്? പക്ഷേ ഒരു പെട്ടെന്നുള്ളൊരു പെരുമാറ്റത്തിൻ്റെ ഒരു വ്യത്യാസമില്ലേ, ഇതിനെ കാണിക്കാനാണ് അവിടെ നമ്മൾ ബീയിങ് യൂസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്, വിച്ച് ഇസ് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ. ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഡു യു ലൈക്ക് ബീയിങ് എ ഡോക്ടർ ഓർ ഡു യു ലൈക്ക് ബീയിങ് എ സിംഗർ? നിങ്ങൾക്ക് ഒരു പാട്ടുകാരനാവാൻ ഇഷ്ടമാണോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാൻ ഇഷ്ടമാണോ? ഇവിടെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു ചെറിയ കാറ്റഗറിയാണ്. ഇവിടെയും നമുക്ക് ബീയിങ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ നമ്പർ 3 is ബീയിങ് ഇസ് യൂസ്ഡ് ആസ് എ ജെറണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ING ഫോമിൽ നമ്മൾ ബീയിങ് യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ 2 സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ബീയിങ് അവിടെ നൗണായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയാണ് ഹീ ഈസ് എ സോൾജർ, ഹീ ഈസ് വെരി ബ്രേവ്. അദ്ദേഹം ഒരു സോൾജറാണ്, അദ്ദേഹം ഭയങ്കര ബ്രേവ് ആണ്. ഇതിനെ രണ്ടും കണക്ട് ചെയ്ത് നമ്മൾ സെൻറ്റൻസ് ആക്കണമെങ്കിൽ നമ്മൾ അവിടെ ബീയിങ് എവിടെ ഇടുന്നതെന്നറിയോ? ഈ സെൻറ്റൻസിൻ്റെ ആദ്യം ഒരു നൗൺ എന്ന രീതിയിൽ. ബീയിങ് എ സോൾജർ, ഹീ ഈസ് വെരി ബ്രേവ്. മനസ്സിലായോ? ഇപ്പം ഞാനൊരു ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറയാം, നിങ്ങളൊന്ന് പറയാൻ നോക്കൂ. ഷീ ഈസ് എ ടീച്ചർ, ഷീ forgives everybody. അല്ലെങ്കിൽ ഷീ ഈസ് എ ടീച്ചർ, ഷീ forgives her students. ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ബീയിങ് എന്ന വാക്ക് ആദ്യം ചേർക്കുക. പറയട്ടെ, ബീയിങ് എ ടീച്ചർ, ഷീ forgives her students. മനസ്സിലായോ? അപ്പോൾ ഒരു ING ഫോം, അതായത് ഒരു ജെറണ്ട് എന്ന രൂപത്തിൽ വരുമ്പോൾ നൗണായിട്ട് നമ്മുടെ ബീയിങ് മാറുന്നു. 2 സെൻറ്റൻസുകളെ തന്നെ കണക്ട് ചെയ്യുമ്പോൾ ബീയിങ് ആ സെൻറ്റൻസിൻ്റെ ആദ്യം വരുന്നു. ഓക്കെ, അപ്പം 3 ഉപയോഗങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. നൗ ദ 4th one is ബീയിങ് ഒരു പാസീവ് വോയിസിലേക്ക് കയറുമ്പോൾ. സേ ഫോർ എക്സാമ്പിൾ, ആക്റ്റീവ് പാസീവ് വോയിസ് നമുക്ക് എല്ലാവർക്കും അറിയാം, 2 ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആണ് അല്ലേ? അപ്പോൾ അതിനകത്ത് ആക്റ്റീവ് എന്താണ്? നോർമലി നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റ്, ഒരു വേർബ്, ഒരു ഓബ്ജക്റ്റ്. ഇപ്പം ഞാൻ പറയുകയാണ് ഒരു കണ്ടിന്യൂസ് ഫോമിൽ ഐ എം ടെലിങ് യു, ലൈക്ക് ഐ എം ടീച്ചിങ് യു, അല്ലെങ്കിൽ ഷീ ഈസ് വാഷിംഗ് ഹർ കാർ. ഓക്കെ, അല്ലെങ്കിൽ ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, ഇപ്പം ഷീ ഈസ് വാഷിംഗ് എ കാർ പറയാം, ഷീ ഈസ് വാഷിംഗ് ഹർ കാർ എന്നുള്ള ഈ സെൻറ്റൻസിനെ നമ്മളൊരു പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ് തിരിച്ചത് വരിക? ദ കാർ ഇസ് ബീയിങ് വാഷ്ഡ് ബൈ ഹർ. മനസ്സിലായോ? ഇവിടെ ബീയിങ് എങ്ങനെ ഇടുന്നത്? ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ അവിടെ ബീയിങ് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനെ കാണിക്കുന്ന ഒരു പാസീവ് ഫോമായിട്ട് മാറുന്നുണ്ട്. ഇപ്പം ഞാൻ സെക്കൻഡ് എക്സാമ്പിൾ എന്താ പറഞ്ഞത്? ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പം ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ ബീയിങ് ഇട്ടെന്ന് നോക്കിയേ. എ ലെറ്റർ ഇസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. അപ്പോൾ അവിടെ ബീയിങ്ങിൻ്റെ കൂടെ വരുന്നത് എന്തായിരിക്കും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, വിച്ച് ഇസ് ദ V3 ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബീയിങ്ങിൻ്റെ ഈ ഒരു 3-4 ഉപയോഗങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഇംഗ്ലീഷ് ഹൗസ് ജൂനിയർ ആപ്പ് ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് എല്ലാ സ്റ്റുഡൻസും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗ്രാമർ, വൊക്കാബുലറി, കുട്ടികൾക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഗൈഡ് തന്നെയാണ് ഇംഗ്ലീഷ് ഹൗസ് ജൂനിയർ ആപ്പ്. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ഒപ്പം ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തോളൂ. ഓക്കെ, ടേക്ക് കെയർ. English House. English at your fingertips.